പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം ദൈവം നമുക്കെല്ലാവർക്കും നൽകി തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതം ദൈവം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി നൽകി. ഇതെനിക്കൊരു അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ എൻ്റെ ദൈവം എനിക്ക് നൽകിത്തരും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഹല്ലേലൂയ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എൻ്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും. എനിക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒരത്ഭുതം കർത്താവ് ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിച്ചേറ്റെടുക്കുന്നു? ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ, ശക്തിയായി മാറട്ടെ, ബലമായി മാറട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് വെളിപാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് പകൽക്കാലം കരയുന്ന, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഒരു ദൂതറിയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നിന്റെ മുമ്പിലെ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം കർത്താവ് ചില അത്ഭുത പ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ നിന്റെ പ്രതിസന്ധി വലുതായിരിക്കാം, നിന്റെ പ്രതികൂലം വലുതായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ ഹല്ലേലൂയ വചനം പറയുന്ന ഇങ്ങനെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ഹല്ലേലൂയ വിചാരിക്കുന്നതല്ല ദൈവത്തിൻ്റെ വഴികൾ, അത് ശ്രേഷ്ഠവും മാന്യവുമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഹല്ലേലൂയ സ്വർഗ്ഗം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ കണ്ണുനീരോടെ ആയിരിക്കാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്, നീ ഭാരത്തോടെ ആയിരിക്കാം, നിന്റെ വിഷയത്തെ നോക്കി നീ ഹല്ലേലൂയ ഭയപ്പെടുകയായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇടപെടുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശ്രേഷ്ഠമായ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. വചനം പറയുന്നു: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും നമുക്ക് വേണ്ടി നല്ലതാ ചെയ്യുന്നത്, എപ്പോഴും പുതിയതാ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ പകൽക്കാല സ്വർഗം അത് നമുക്ക് നൽകി തരികയാ. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ ഹല്ലേലൂയ കരുതുന്ന ആ കരുതൽ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഈ പകൽക്കാലം ദൈവമക്കളെ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ പുതിയത് ഹല്ലേലൂയ സ്വർഗം നമുക്ക് വേണ്ടി കരുതിയത്, ആ പുതിയത് ഇന്ന് പകൽക്കാലം നമ്മുടെ കരത്തിൽ വന്നു ചേരും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയമായിരുന്നാൽ ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകുക. നമ്മുടെ കണ്ണുനീരിന് ഹല്ലേലൂയ മറുപടി വരാൻ പോകുക. നിന്റെ ഹൃദയ വേദനയ്ക്ക് ഹല്ലേലൂയ മറുപടി തരാൻ പോകുക. ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തിന് ഹല്ലേലൂയ സൗഖ്യം പകരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു വൻ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ ഹല്ലേലൂയ നീ ഒരു ഹല്ലേലൂയ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നോട് ഇടപെടുക. നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. അനാഥനായി വിടത്തില്ലെന്ന് വാഗ്ദത്തം പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ നടക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ തിരിച്ചറിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ നിന്നെ ആഴമായി സ്പർശിക്കാൻ തുടങ്ങി. ദൈവകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രികാലം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ, ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. യേശുവിന്റെ നാമത്തിൽ